Addition and subtraction. Suhara opened her money box and started counting. How much do you have? Mother asked. If you give me 7 rupees, I would have around 50. Suhara looked up hopefully. How much does she have in her box? അതായത് സുഹറ അവളുടെ മണി ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അവളുടെ അമ്മ ചോദിച്ചു ഇതിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന്. അപ്പോൾ സുഹറ പറഞ്ഞു നിങ്ങളൊരു 7 റുപ്പീസ് കൂടി തന്നാൽ എനിക്ക് 50 റുപ്പീസ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബോക്സിലുള്ള എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബോക്സിലെ എമൗണ്ടിൻ്റെ കൂടെ 7 റുപ്പീസ് കൂടി ആഡ് ചെയ്താൽ 50 റുപ്പീസ് കിട്ടും. ദാറ്റ് ഈസ് എമൗണ്ട് ഇൻ ബോക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു 50. ഇതിൽ നിന്ന് നമുക്ക് എമൗണ്ട് ഇൻ ബോക്സ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടി ഈ പ്ലസ് 7നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -7 ആകും. ദാറ്റ് ഈസ് എമൗണ്ട് ഇൻ ബോക്സ് ഈസ് ഈക്വൽ ടു 50 - 7. ദാറ്റ് ഈസ് 43 rupees. Unni spent 8 rupees out of his Vishu Kainittam to buy a pen. Now he has 42 rupees left. How much is his Kainittam? അതായത് ഉണ്ണി അവൻ്റെ വിഷു കൈനീട്ടത്തിൽ നിന്നും 8 റുപ്പീസ് സ്പെൻഡ് ചെയ്തപ്പോൾ ബാക്കിയുള്ളത് 42 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൈനീട്ടം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൈനീട്ടത്തിൽ നിന്നും 8 റുപ്പീസ് പോയപ്പോൾ ബാക്കി കിട്ടിയത് 42 റുപ്പീസാണ്. അതായത് എമൗണ്ട് ഓഫ് കൈനീട്ടം -8 ഈസ് ഈക്വൽ ടു 42. അപ്പോൾ എമൗണ്ട് ഓഫ് കൈനീട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ -8നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +8 ആകും. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് കൈനീട്ടം ഈസ് ഈക്വൽ ടു 42 + 8. ദാറ്റ് ഈസ് 50 rupees. 6 more marks and I would have got full 100 marks in the maths test. Rajan was sad. How much mark did he actually get? അതായത് രാജന് 6 മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ മാത്സ് ടെസ്റ്റിന് 100 മാർക്സ് കിട്ടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാജന് ശരിക്കും കിട്ടിയ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ രാജന് കിട്ടിയ ആക്ച്വൽ മാർക്കിൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ 100 കിട്ടും. ദാറ്റ് ഈസ് ആക്ച്വൽ മാർക്സ് ഓഫ് രാജൻ + 6 ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ആക്ച്വൽ മാർക്സ് ഓഫ് രാജൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ +6നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ +6 - 6 ആകും. ദാറ്റ് ഈസ് ആക്ച്വൽ മാർക്സ് ഓഫ് രാജൻ ഈസ് ഈക്വൽ ടു 100 - 6. ദാറ്റ് ഈസ് 94 marks. Mother gave 60 rupees to Lissy for buying books. She gave back the 13 rupees left. For how much money did she buy books? അതായത് ബുക്ക് വാങ്ങാനായിട്ട് അമ്മ ലിസിക്ക് 60 റുപ്പീസ് കൊടുത്തു. ബുക്ക് വാങ്ങിയതിന് ശേഷം 13 റുപ്പീസ് അവൾ തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബുക്കിന് എത്ര രൂപയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 60 റുപ്പീസാണ് കൊടുത്തത്, പക്ഷേ അതിൽ ബാക്കി 13 റുപ്പീസ് തിരിച്ച് കിട്ടി. സോ എമൗണ്ട് ഓഫ് ബുക്സ് ഈസ് ഈക്വൽ ടു 60 - 13. ദാറ്റ് ഈസ് 47 rupees. Gopalan bought a bunch of bananas. 7 of them were rotten, which he threw away. Now there are 46. How many bananas were there in the bunch? അതായത് ഗോപാലൻ കുറച്ച് ബനാനാസ് വാങ്ങി, അതിൽ 7 ചീത്തയായിരുന്നു. സോ അവനത് വലിച്ചെറിഞ്ഞു. ബാക്കി 46 ബനാനാസാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര ബനാനാസാണ് വാങ്ങിച്ചിരുന്നത്? ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ബഞ്ചിലുണ്ടായിരുന്ന ബനാനാസിൽ നിന്നും 7 പോയപ്പോൾ ബാക്കി കിട്ടിയത് 46 ബനാനാസാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബനാനാസ് ഇൻ ബഞ്ച് -7 ഈസ് ഈക്വൽ ടു 46. ഇതിൽ നിന്നും നമുക്ക് നമ്പർ ഓഫ് ബനാനാസ് ഇൻ ബഞ്ച് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഈ -7നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +7 ആകും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബനാനാസ് ഇൻ ബഞ്ച് ഈസ് ഈക്വൽ ടു 46 + 7. ദാറ്റ് ഈസ് 53. Vimala spent 163 rupees shopping and now she has 217 rupees. How much money did she have at first? അതായത് വിമല 163 rupees ഷോപ്പിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അവളുടെ കയ്യിൽ 270 റുപ്പീസാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യം അവളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും വിമലയുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ക്യാഷിൽ നിന്നും 163 റുപ്പീസ് സ്പെൻഡ് ചെയ്തപ്പോൾ, അതായത് 163 റുപ്പീസ് പോയപ്പോൾ ബാക്കിയുള്ളത് 270 റുപ്പീസാണ്. ദാറ്റ് ഈസ് എമൗണ്ട് വിമല ഹാഡ് ഫസ്റ്റ് minus 163 is equal to 217. ഇതിൽ നിന്നും എമൗണ്ട് വിമല ഹാഡ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഈ -163യെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +163 ആകും. ദാറ്റ് ഈസ് എമൗണ്ട് വിമല ഹാഡ് ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 217 + 163. ദാറ്റ് ഈസ് 380 rupees. 264 added to a number makes it 452. What is the number? അതായത് ഒരു നമ്പറിൻ്റെ കൂടെ 264 ആഡ് ചെയ്തപ്പോൾ 452 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പറിൻ്റെ കൂടെ 264 ആഡ് ചെയ്യുമ്പോൾ 452 കിട്ടുന്നു. ദാറ്റ് ഈസ് നമ്പർ പ്ലസ് 264 ഈസ് ഈക്വൽ ടു 452. ഇതിൽ നിന്നും നമ്പർ കണ്ടുപിടിക്കുക. അതിനു വേണ്ടി ഈ +264നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -264 ആകും. ദാറ്റ് ഈസ് നമ്പർ ഈസ് ഈക്വൽ ടു 452 - 264. ദാറ്റ് ഈസ് 188. 198 subtracted from a number makes it 163. What is the number? അതായത് ഒരു നമ്പറിൽ നിന്നും 198 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 163 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പറിൽ നിന്നും 198 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 163 കിട്ടുന്നു. ദാറ്റ് ഈസ് നമ്പർ -198 ഈസ് ഈക്വൽ ടു 163. ഇതിൽ നിന്നും നമുക്ക് ആ നമ്പർ കണ്ടുപിടിക്കുക. അതിനു വേണ്ടി ഈ -198നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +198 ആവും. ദാറ്റ് ഈസ് number is equal to 163 plus 198, that is 361. Multiplication and division. In an investment scheme, the amount deposited doubles in 6 years. To get back 10,000 rupees finally, how much money should be deposited now? അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 6 ഇയേഴ്സ് കഴിഞ്ഞാൽ ഡബിൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10,000 റുപ്പീസ് ഫൈനലി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഡബിളാണ് ഫൈനൽ എമൗണ്ട്. ദാറ്റ് ഈസ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു ഫൈനൽ എമൗണ്ട്. ഫൈനൽ എമൗണ്ട് 10,000 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 10,000. അപ്പോൾ ഇതിൽ നിന്നും എമൗണ്ട് ഡിപ്പോസിറ്റഡ് കണ്ടുപിടിക്കുക. അതിനു വേണ്ടി ഈ ഇൻറ്റു 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ /2 ആകും. ദാറ്റ് ഈസ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഈസ് ഈക്വൽ ടു 10,000 /2. ദാറ്റ് ഈസ് 5,000 റുപ്പീസ്. അപ്പോൾ 10,000 റുപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 5,000 റുപ്പീസാണ്. 4 people divided the profit they got from vegetable business and Joe got 1,500 rupees. What is the total profit? അതായത് ഒരു വെജിറ്റബിൾ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് 4 പേർ ചേർന്ന് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ജോസിന് കിട്ടുന്നത് 1,500 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതനുസരിച്ചിട്ട് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 4 പേരുടെയും പ്രോഫിറ്റാണ്. അതായത് ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പ്രോഫിറ്റ് ഓഫ് 1 പേഴ്സൺ. ഇവിടെ 1 പേഴ്സൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അത് ജോസ് ആണ്. ബാക്കിയുള്ളവരുടെ പേരൊന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഈ 1 പേഴ്സണിന് പകരം ജോസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പ്രോഫിറ്റ് ഓഫ് ജോസ്. ജോസിന് കിട്ടുന്ന പ്രോഫിറ്റ് 1,500 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1,500. ദാറ്റ് ഈസ് 6,000 rupees. In a company, the manager's salary is 5 times that of a peon. The manager gets 40,000 rupees a month. How much does a peon get a month? അതായത് ഒരു കമ്പനിയിലെ മാനേജറിൻ്റെ സാലറി എന്ന് പറയുന്നത് പ്യൂണിൻ്റെ സാലറിയുടെ 5 times ആണ്.
മാനേജറിന് കിട്ടുന്ന സാലറി 40,000 റുപ്പീസ് ആണെങ്കിൽ പ്യൂണിന് കിട്ടുന്ന സാലറി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതനുസരിച്ചിട്ട് മാനേജർ സാലറി എന്ന് പറയുന്നത് പ്യൂണിൻ്റെ സാലറിയുടെ 5 times ആണ്. ദാറ്റ് ഈസ് മാനേജർ സാലറി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു പ്യൂൺ സാലറി. മാനേജറിൻ്റെ സാലറി 40,000 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 40,000 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു പ്യൂൺ സാലറി. ഇതിൽ നിന്നും പ്യൂൺ സാലറി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ ഇൻറ്റു 5നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആക്കും. ദാറ്റ് ഈസ് 40,000 ബൈ 5 ഈസ് ഈക്വൽ ടു പ്യൂൺ സാലറി. 40,000 ബൈ 5 8,000 ആണ്. സോ ദിസ് ബിക്കം 8,000 ഈസ് ഈക്വൽ ടു പ്യൂൺ സാലറി. സോ പ്യൂണിന് ഒരു മാസം കിട്ടുന്നത് 80,000 റുപ്പീസാണ്. The travelers of a picnic split equally the 5,200 rupees spent. Each gave 1,300 rupees. How many travelers were there? ഒരു പിക്നിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്ത 5,200 റുപ്പീസ് അതിലെ ട്രാവലേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിലൊരാൾ 1,300 റുപ്പീസാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ട്രാവലേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ എമൗണ്ട്, അതായത് 5,200 റുപ്പീസ് എന്ന് പറയുന്നത് ഓരോ ട്രാവലേഴ്സും കൊടുത്തതാണ്. അതിൽ ഒരു ട്രാവലർ കൊടുത്തത് 1,300 റുപ്പീസാണ്. സോ 5,200 ഈസ് ഈക്വൽ ടു 1,300 ഇൻറ്റു നമ്പർ ഓഫ് ട്രാവലേഴ്സ്. ഇതിൽ നിന്നും നമ്പർ ഓഫ് ട്രാവലേഴ്സ് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഇൻറ്റു 1,300നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 1,300 ആകും. ദാറ്റ് ഈസ് 5,200 by 1,300 is equal to number of travelers. 5,200 by 1,300 4 ആണ്. So this become 4 is equal to number of travelers. അതായത് പിക്നിക്കിലെ ട്രാവലേഴ്സിൻ്റെ എണ്ണം 4 ആണ്. A number multiplied by 12 gives 756. What is the number? അതായത് ഒരു നമ്പറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 756 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 756 കിട്ടുന്നു. ദാറ്റ് ഈസ് നമ്പർ ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 756. ഇതിൽ നിന്ന് നമുക്ക് നമ്പർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഇൻറ്റു 12നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 12 ആകും. ദാറ്റ് ഈസ് നമ്പർ ഈസ് ഈക്വൽ ടു 756 ബൈ 12. That is 63. A number divided by 21 gives 756. What is the number? അതായത് ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 756 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 756 കിട്ടുന്നു. അതായത് നമ്പർ ബൈ 21 ഈസ് ഈക്വൽ ടു 756. ഇതിൽ നിന്ന് നമുക്ക് നമ്പർ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഈ ബൈ 21നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇൻറ്റു 21 ആകും. ദാറ്റ് ഈസ് നമ്പർ ഈസ് ഈക്വൽ ടു 756 ഇൻറ്റു 21. ദാറ്റ് ഈസ് 15,876.